എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ജോലിക്കും പഠിക്കാനുമൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന വിവിധ തരത്തിലുള്ള ലഞ്ച് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കുക്കിങ്ങിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കാതെ നല്ല ടേസ്റ്റിൽ സിമ്പിളായി ഉണ്ടാക്കാൻ കഴിയുന്ന 5 തരത്തിലുള്ള റൈസും കൂടെ സൈഡ് ഡിഷും കൂടി ചേർത്തതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഓരോ ദിവസവും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്നും ഒരേ ചോറും കറികളും കഴിക്കുന്നതിൻ്റെ മടുപ്പ് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് പുളിയോദരയാണ്. തമിഴ്നാട്ടിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡിഷാണിത്. ആദ്യം നമ്മൾക്ക് ചോറ് തയ്യാറാക്കാം. 1 ഗ്ലാസ് ബസ്മതി റൈസ് കഴുകി 20 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കാം. ഇത് നിങ്ങൾ ചോറ് വയ്ക്കുന്ന അരിയിലും തയ്യാറാക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിലാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത്. ഇനി 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. കുക്കർ മൂടി 1 വിസിൽ വരുന്നത് വരെ വേവിച്ച് മാറ്റിവെക്കുക. പുളിയോദരയ്ക്കൊപ്പം സൈഡ് ഡിഷായി നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല കിടിലൻ ഉരുളക്കിഴങ്ങ് റോസ്റ്റാണ്. ഉരുളക്കിഴങ്ങ് 2 എണ്ണം തോൽ കളഞ്ഞ് കഴുകി ചെറുതായി മുറിച്ച് വയ്ക്കുക. ഇനി ഇത് തിളച്ച വെള്ളത്തിലിട്ട് വേവിക്കാം. കൂടെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കുക. എളുപ്പത്തിൽ ഉരുളക്കിഴങ്ങ് തോലോടുകൂടി കുക്കറിൽ ഇട്ടതിന് ശേഷം 3 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ചൂടാറിയ ശേഷം ഉരുളക്കിഴങ്ങിൻ്റെ തോൽ കളഞ്ഞ് മുറിച്ചും ഇതുണ്ടാക്കാം. ഇനി ഉരുളക്കിഴങ്ങിൽ ഒരു മസാല പുരട്ടി വെക്കേണ്ടതുണ്ട്. മല്ലിയില അരച്ചെടുത്ത ജാറാണ്, അതുകൊണ്ട് ലേശം മല്ലിയില ഇതിലുണ്ട്. അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്, 4 ചെറിയ ഉള്ളി നുറുക്കിയത്, 1 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില, 3 സ്പൂൺ മുളക് പൊടി, പൊടിയായി എരിഞ്ഞ മല്ലിയില എന്നിവ ലേശം വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം ഇഞ്ചി 1 കഷ്ണം, 5 വെളുത്തുള്ളി എന്നിവ ചേർത്താലും മതി. ഈ മസാല അരച്ച് നമ്മൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. കോവയ്ക്ക, ചേന, ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ എന്നിവയെല്ലാം ഇതുപോലെ മസാല പുരട്ടി റോസ്റ്റ് ചെയ്യാം. അരച്ച മസാല ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ മസാലയിൽ നിന്നും 1 സ്പൂൺ എടുത്ത് 1/4 ഭാഗം വേവിച്ച ഉരുളക്കിഴങ്ങിൽ ചേർത്ത് നല്ലപോലെ പുരട്ടി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായാൽ കുറച്ച് കറിവേപ്പില ചേർക്കാം. അതിനുശേഷം മസാല പുരട്ടിയ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് പാനിൽ ഇങ്ങനെ നിരത്തി വെച്ച് സിമ്മിൽ തിരിച്ചും മറിച്ചുമിട്ട് റോസ്റ്റ് ചെയ്യുക. കുറച്ച് സമയമെടുക്കും മൊരിഞ്ഞു വരുവാൻ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾക്ക് ഈ സമയം മറ്റു ജോലികൾ ചെയ്യാം. കരിയാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് മുരിയിച്ചെടുക്കുക. സൂപ്പർ ടേസ്റ്റിലുള്ള ഉരുളക്കിഴങ്ങ് റോസ്റ്റ് റെഡി. ഒരു പ്രാവശ്യം ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾ ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ എന്നും ഇതുമാത്രം മതി ചോറിന് എന്ന് പറയും. ഇനി നമ്മൾക്ക് പുളിയോദരയ്ക്ക് നാരങ്ങ വലുപ്പത്തിലെടുത്ത പുളി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കാം. പുളി കുതിർന്നു വരുവാനെടുക്കുന്ന സമയം നമ്മൾക്ക് പുളിയോദരയ്ക്കുള്ള മസാല വറക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 3 സ്പൂൺ കൊത്തമല്ലി, 3 വറ്റൽമുളക്, 1/2 സ്പൂൺ കടുക്, 1 സ്പൂൺ കറുത്ത എള്ള്, 1/4 സ്പൂണിനും താഴെ ഉലുവ, 1 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ കടലപ്പരിപ്പ് എന്നിവ സിമ്മിൽ വറുക്കുക. ഇത്രയും മസാല നമ്മൾക്ക് ആവശ്യമില്ല. ബാക്കി മസാല സ്റ്റോർ ചെയ്യാവുന്നതാണ്. കളറെല്ലാം മാറി മൂത്ത് മണം വന്നാൽ വാങ്ങി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറാൻ വയ്ക്കുക. അതേ പാനിലിരുന്നാൽ പാനിൻ്റെ ചൂടുകൊണ്ട് നമ്മൾ വറുത്ത് വെച്ച മസാല കരിയുവാനുള്ള സാധ്യതയുണ്ട്. ചൂടാറിയതിനു ശേഷം ഇത് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ച മസാല ഒരു പ്ലേറ്റിലിട്ട് ചൂടാറാൻ വയ്ക്കുക. മിക്സിയിൽ അരയ്ക്കുമ്പോൾ മസാല ചൂടാകും. ചൂടോടെ നമ്മൾ സ്റ്റോർ ചെയ്താൽ പൂപ്പൽ വന്ന് മസാല പെട്ടെന്ന് ചീത്തയാകും.
അരച്ചതും സ്റ്റോർ ചെയ്യാതെ ഒന്നാറിയതിന് ശേഷം എയർ ടൈറ്റായി മൂടി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയും തയ്യാറായി. ഇനി നമ്മൾക്ക് പുളിയോദര ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായാൽ 3 സ്പൂൺ നല്ലെണ്ണ ചേർക്കുക. നല്ലെണ്ണ ചൂടായാൽ 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 സ്പൂൺ കടലപ്പരിപ്പ് എന്നിവ ചേർക്കുക. കടുക് പൊട്ടി കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ലേശം മൂത്തു കഴിഞ്ഞാൽ 1 സ്പൂൺ വറുത്ത നിലക്കടല, 1 തണ്ട് കറിവേപ്പില എന്നിവ ചേർക്കുക. കൂടെ 1 വറ്റൽമുളക് 2ആയി മുറിച്ചതും 1/4 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ച പുളിയോദര മസാല 2 സ്പൂൺ ചേർക്കുക. എണ്ണയിൽ വഴറ്റി യോജിപ്പിക്കുക. ഗ്യാസ് സിമ്മിൽ വയ്ക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. ഇനി പുളി പിഴിഞ്ഞത് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. കൂടെ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം. ഈ സമയം ഈ മസാലയ്ക്കുള്ള ഉപ്പ് ചേർക്കുക. പുളിയുടെ പച്ചമണമെല്ലാം മാറി കുറുകിക്കഴിഞ്ഞാൽ നാം നേരത്തെ തയ്യാറാക്കി വെച്ച ചോറ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇവിടെ ഞാൻ ഒരാൾക്കുള്ള അളവിലാണ് ഇത് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് എത്ര അളവിലാണോ വേണ്ടത് അതിനനുസരിച്ച് എല്ലാ അളവിലും മാറ്റം വരുത്തുക. ചോറിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. അവസാനം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് വാങ്ങി വയ്ക്കുക. നല്ല മണത്തോടു കൂടിയ പുളിയോദര റൈസ് തയ്യാറായി. ഇനി ഇത് നമ്മൾക്ക് ലഞ്ച് ബോക്സിൽ വിളമ്പാം. കൂടെ നമ്മൾ തയ്യാറാക്കിയ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് സൈഡിലുള്ള ബോക്സിൽ വിളമ്പുക. കുറച്ച് ഫ്രഷായി അരിഞ്ഞ ക്യാരറ്റും വെള്ളരിക്കയും കൂടി വെച്ച് കൊടുക്കാം. അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അത് വെച്ച് അലങ്കരിക്കാവുന്നതാണ്. കൂടെ ഏതെങ്കിലും ഫ്രൂട്ട്സ് കൂടി കൊടുത്തയക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഈ ലഞ്ച് ബോക്സ് റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുമല്ലോ. ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ 5 ലഞ്ച് ബോക്സ് റെസിപ്പിയും. അടുത്തതായി നമ്മൾക്ക് കൊത്തമല്ലി റൈസും ചേന വറുത്തതും തയ്യാറാക്കാം. ചേന തോലെല്ലാം കളഞ്ഞ് ക്യൂബായിട്ട് മുറിച്ച് വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച ചേനയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഉപ്പും ചേർക്കുക. ഒന്നിളക്കി യോജിപ്പിച്ചതിനു ശേഷം മൂടി വെച്ച് വേവിക്കുക. ലേശം പുളി കൂടി ചേർത്ത് കൊടുക്കുക. ചില ചേന കഴിക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാകും, അതുകൊണ്ട് പുളി ലേശം ചേർത്ത് വേവിക്കുക. ചേന നല്ലപോലെ വേവിക്കേണ്ട, ഒരു 1/4 ഭാഗം വേവിച്ച് മാറ്റിവെക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, കൊത്തമല്ലിത്തഴ എന്നിവ അരച്ച മസാല 1 സ്പൂൺ ചേനയിലിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. ഇനി ഇത് 10 മിനിറ്റ് വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ച ചേന ഇട്ട് കൊടുക്കുക. സിമ്മിൽ തിരിച്ചും മറിച്ചും ഇടയ്ക്കിടെ ഇളക്കി മൊരിച്ച് വാങ്ങി വയ്ക്കുക. ഇനി വേറൊരു രീതിയിലും ഇത് തയ്യാറാക്കാം. നമ്മൾ പുരട്ടി വെച്ച മസാലയിൽ 2 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് യോജിപ്പിക്കുക. ഇനി ഇത് ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി എണ്ണയിൽ വറുത്തു കോരുക. സൂപ്പർ ടേസ്റ്റിലുള്ള ചേന റോസ്റ്റും ചേന വറുത്തതും റെഡി. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം. അടുത്തതായി നമ്മൾക്ക് റൈസിനുള്ള മസാല തയ്യാറാക്കാം. ഇതിന് ഒരു മിക്സി ജാറിൽ 2 പച്ചമുളക്, 1 പിടി കൊത്തമല്ലിത്തഴ, 2 വെളുത്തുള്ളി, 1/2 സ്പൂൺ ഇഞ്ചി അരച്ചത്, കുറച്ച് വെള്ളം, 1/4 സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇനി നമ്മൾക്ക് കോറിയാൻഡർ റൈസ് തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായാൽ 1/4 സ്പൂൺ കടുക്, 1/2 സ്പൂൺ കടലപ്പരിപ്പ്, 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 വറ്റൽമുളക് 2ആയി മുറിച്ചത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റുക. ഇനി നമ്മൾ അരച്ചു വെച്ച ഗ്രീൻ ചട്നി ചേർത്ത് വഴറ്റുക. അതിനുശേഷം ഉപ്പ് ചേർത്ത് വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്യുക. അവസാനം കുറച്ച് കൊത്തമല്ലിത്തഴ തൂവി വാങ്ങി വയ്ക്കുക. വളരെ സ്വാദിഷ്ടമായ കോറിയാൻഡർ റൈസ് തയ്യാറായി. ഇനി ഇത് നമ്മൾക്ക് ലഞ്ച് ബോക്സിലേക്ക് വിളമ്പാം.
പൊടിയായി എരിഞ്ഞ മല്ലിയില തൂവുക. മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി വെച്ചു കൊടുക്കാം. കുറച്ച് സാലഡ് കൂടി വെക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയ ചേന റോസ്റ്റ് സൈഡിലുള്ള പാത്രത്തിലേക്ക് വിളമ്പാം. ആപ്പിൾ കഷ്ണങ്ങളിൽ ലേശം ഉപ്പ് പുരട്ടി ലഞ്ച് ബോക്സിൽ വെച്ചു കൊടുക്കുക. ആപ്പിൾ മുറിച്ചു വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും കറുത്തുപോകും. ഇത് തടയാനാണ് ലേശം ഉപ്പ് പുരട്ടുന്നത്. വളരെ രുചികരമായ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സൈഡ് ഡിഷ് നിങ്ങൾക്കിഷ്ടമുള്ളത് തയ്യാറാക്കാം. മുട്ട പൊരിച്ചതോ മീൻ വറുത്തതോ നിങ്ങൾക്കിഷ്ടമുള്ളത് ഇതിൻ്റെ കൂടെ വയ്ക്കാവുന്നതാണ്. തൈര് ചേർത്ത സാലഡ് ഇതിന് നല്ലൊരു കോംബോ ആണ്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ലഞ്ച് ബോക്സ് റെസിപ്പിയും തയ്യാറായി. വളരെ എളുപ്പം തയ്യാറാക്കാൻ കഴിയുന്ന ഈ റെസിപ്പികൾ എല്ലാം സ്വാദിൻ്റെ കാര്യത്തിൽ ഒന്നിനൊന്ന് മികച്ചതാണ്. മൂന്നാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സ്വാദിഷ്ടമായ കോക്കനട്ട് റൈസും കോളിഫ്ലവർ ഫ്രൈയുമാണ്. ഇതിന് ഒരു ചെറിയ കോളിഫ്ലവർ ചെറുതായി മുറിച്ചു വയ്ക്കുക. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുക. കോളിഫ്ലവറിൽ പുഴു ഉണ്ടാകാറുണ്ട്. അത് പുറത്തു വരാനാണ് തിളച്ച വെള്ളം ഒഴിക്കുന്നത്. കൂടെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ഉപ്പും ചേർത്ത് 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഇനി കോളിഫ്ലവർ വറക്കുവാൻ ഒരു മസാല തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ 3 സ്പൂൺ കോൺഫ്ലോറും 3 സ്പൂൺ മൈദാമാവും ഇട്ട് കൊടുക്കുക. ഇനി 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്യുക. നിങ്ങൾ എടുക്കുന്ന കോളിഫ്ലവറിനനുസരിച്ച് മസാലയുടെ അളവുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ വെള്ളമൊഴിച്ച് കുഴച്ചാൽ മതി. മുട്ട ചേർക്കുന്നത് മസാല കോളിഫ്ലവറിൽ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കലക്കുക. മസാല കൂടുതലായാൽ കോളിഫ്ലവർ വറുത്താൽ ബജ്ജി പോലെയാവും. മസാല ജസ്റ്റ് കോട്ടായാൽ മാത്രം മതി. ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച കോളിഫ്ലവറിൽ നിന്നും നമ്മൾക്ക് എത്രയാണോ വറക്കാൻ ആവശ്യമായത് അത് വെള്ളമില്ലാതെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കിയ മസാലയിൽ നിന്നും 2 സ്പൂൺ എടുത്ത് കോളിഫ്ലവറിൽ പുരട്ടി വയ്ക്കുക. ബാക്കി മസാല നമ്മൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉരുളക്കിഴങ്ങ്, മീൻ, ചേന, മഷ്റൂം എന്നിവയിൽ ഇതുപോലെ ചേർത്ത് വറക്കാവുന്നതാണ്. ഒരാൾക്കുള്ള അളവിലാണ് നമ്മൾ ഈ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. സോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 1/2 സ്പൂൺ സോയാ സോസും 1/2 സ്പൂൺ ടൊമാറ്റോ സോസും 1/4 സ്പൂൺ ചില്ലി സോസും കൂടി മസാലയിൽ ചേർക്കാവുന്നതാണ്. സോസുകൾ ചേർക്കുകയാണെങ്കിൽ ഉപ്പ് ചേർക്കുന്നത് 1/4 സ്പൂൺ ചേർത്താൽ മതി. സോസുകളിലെല്ലാം ഉപ്പുള്ളതുകൊണ്ട് അത് കണക്കാക്കി വേണം ഉപ്പ് ചേർത്ത് കൊടുക്കുവാൻ. മാരിനേറ്റ് ചെയ്ത മസാല 1/2 മണിക്കൂർ വയ്ക്കുക. തലേന്ന് രാത്രി മസാല പുരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പിറ്റേന്ന് പെട്ടെന്ന് വറുക്കാനെടുക്കാം. 1/2 മണിക്കൂറിന് ശേഷം ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായി ചൂടായി വരുമ്പോൾ കോളിഫ്ലവർ വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായാൽ കോളിഫ്ലവറുകൾ ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഉടനെ ഇളക്കാതെ 2 മിനിറ്റിന് ശേഷം ഇളക്കി ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കരണ്ടി കൊണ്ട് ഉടച്ചു കൊടുക്കുക. കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് വറക്കുക. നല്ല ഗോൾഡൻ കളറാവുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ കോളിഫ്ലവർ ഫ്രൈ 4 മണിക്ക് നമ്മൾക്ക് സ്നാക്സായി ഉപയോഗിക്കാം. നല്ല സ്വാദുള്ള കോളിഫ്ലവർ ഫ്രൈ തയ്യാറായി. ഇനി നമ്മൾക്ക് കോക്കനട്ട് റൈസ് തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കോക്കനട്ട് റൈസിന് വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടായാൽ 1/4 സ്പൂൺ കടുക്, 1/2 സ്പൂൺ കടലപ്പരിപ്പ്, 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പ് എന്നിവ ചേർക്കുക. കടുക് പൊട്ടി പരിപ്പുകൾ മൂത്തു വന്നാൽ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളക് 2ആയി മുറിച്ചതും ചേർക്കുക. ഗ്യാസ് സിമ്മിൽ വെച്ച് വേണം ഇതെല്ലാം ചെയ്യുവാൻ. അതിനുശേഷം അരമുറി തേങ്ങ ചിരവിയത് ചേർത്ത് വഴറ്റുക. 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. തേങ്ങയുടെ കളർ മാറുന്നതിന് മുമ്പ് ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഉപ്പ് ചേർത്ത് വേവിച്ച ചോറ് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അവസാനം കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് വാങ്ങി വയ്ക്കാം. ഇനി ഇത് നമ്മൾക്ക് ടിഫിൻ ബോക്സിലേക്ക് വിളമ്പാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? കഴിക്കാനും നല്ല രുചിയുള്ള ഈ കോക്കനട്ട് റൈസ് 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം.
സൈഡ് ഡിഷിൻ്റെ ആവശ്യം തന്നെ ഇല്ല എങ്കിലും നമ്മൾ തയ്യാറാക്കിയ കോളിഫ്ലവർ ഫ്രൈ കൂടി വെച്ച് കൊടുക്കുക. കുട്ടികൾ ഒരു വറ്റ് പോലും ബാക്കി വയ്ക്കാതെ കഴിച്ചുകൊള്ളും. ഓരോ ദിവസവും പുതുമയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തു വിടുമ്പോൾ അവരും അത് ആസ്വദിച്ച് കഴിച്ചുകൊള്ളും. ടിഫിൻ ബോക്സിൽ കുറച്ച് സാലഡ് കൂടി വെച്ച് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് കൂടി കൊടുത്തയച്ചാൽ ബാലൻസ്ഡ് ഫുഡായി. അധികം സമയമൊന്നും ആവശ്യമില്ലാത്ത ഈ കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നാലാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് നിലക്കടല കൊണ്ടുള്ള ഒരു റൈസും കൂടെ സോയാ ചങ്ക്സ് വറുത്തതുമാണ്. ആദ്യം നമ്മൾക്ക് സോയാ ചങ്ക്സ് ഫ്രൈ ഉണ്ടാക്കാം. ഇതിന് ഒരു ചെറിയ കപ്പ് സോയാ ചങ്ക്സിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. സോയാ ചങ്ക്സ് കുതിർന്ന് നല്ല സോഫ്റ്റായി വരുവാൻ 20 മിനിറ്റ് വയ്ക്കുക. സോയാ ചങ്ക്സിലേക്ക് ആവശ്യത്തിന് ഉപ്പ് 1/2 സ്പൂൺ ചേർത്ത് മിക്സ് ചെയ്യുക. ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ച് കഴുകി പിഴിഞ്ഞും സോയാ ചങ്ക്സ് ഉണ്ടാക്കാം. അതിനുശേഷം കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാൻ തയ്യാറാക്കിയ മസാല 2 സ്പൂൺ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. കോൺഫ്ലോർ, മൈദ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുട്ട, വെള്ളം എന്നിവ ചേർത്ത് കലക്കിയ മസാലയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. മസാലയെല്ലാം സോയാ ചങ്ക്സിൽ പിടിക്കുവാൻ ഇനി ഇത് 1/2 മണിക്കൂർ വയ്ക്കുക. കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കുക. സോയാ ചങ്ക്സ് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ടാവും സോയാ ചങ്ക്സ്. എങ്കിലും ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ബ്രൗൺ കളർ ആവുമ്പോൾ കോരി മാറ്റുക. കുറച്ച് കറിവേപ്പില കൂടി എണ്ണയിലിട്ട് വറുത്ത് കോരുക. സോയാ ചങ്ക്സ് ഫ്രൈയും 4 മണിക്ക് സ്നാക്സായി യൂസ് ചെയ്യാം. മുകളിൽ കുറച്ച് സവാളയും മല്ലിയിലയും നാരങ്ങ നീരും കൂടി ചേർത്താൽ കിടിലൻ സ്നാക്സായി. ഇനി നമ്മൾക്ക് മെയിൻ ഡിഷായ പീനട്ട് റൈസിനുള്ള മസാല തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ നിലക്കടല 2 സ്പൂൺ ഇടുക. 1/2 സ്പൂൺ കൊത്തമല്ലി, 3 കപ്പൽ മുളക്, കുറച്ച് കറിവേപ്പില, 1/2 സ്പൂൺ ജീരകം എന്നിവ ചേർത്ത് സിമ്മിൽ വറുത്തെടുക്കുക. മസാല തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കുക. ഇത് ചൂടാറിയതിനു ശേഷം എയർ ടൈറ്റായി സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ ആവശ്യാനുസരണം എടുത്തുപയോഗിക്കാം. അങ്ങനെ നമ്മുടെ മസാല തയ്യാറായി. ഇനി നമ്മൾക്ക് പീനട്ട് റൈസ് തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ കടലപ്പരിപ്പ്, 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക. 1 സ്പൂൺ നിലക്കടല കൂടി ചേർത്ത് വഴറ്റുക. വറുത്ത നിലക്കടലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വറുക്കാത്ത കടലയാണെങ്കിൽ കുറച്ച് സമയമെടുത്ത് വറുത്തെടുക്കുക. 1/4 സ്പൂൺ കായപ്പൊടി കൂടി ചേർക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ച ചോറ് ചേർക്കുക. ചോറിൽ ഉപ്പ് ചേർത്തല്ല വേവിച്ചത്, അതുകൊണ്ട് 1/2 സ്പൂൺ ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച മസാല 2 സ്പൂൺ ചേർക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്യുക. മല്ലിയില തൂവി വാങ്ങി വയ്ക്കാം. സൂപ്പർ പീനട്ട് റൈസും തയ്യാറായി. ഇനി ഇത് നമ്മൾക്ക് കുട്ടികൾക്കോ ജോലിക്ക് പോകുന്നവർക്കോ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാം. കൂടെ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാലഡ് കൂടി വയ്ക്കുക. ഫ്രൂട്ട്സ് കൂടി വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ താരമായ സോയാ ചങ്ക്സ് വറുത്തത് കൂടി വെച്ചാൽ ലഞ്ച് ബോക്സ് പൂർണ്ണമായി. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ലഞ്ച് ബോക്സ് റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കിയതിന് ശേഷം അഭിപ്രായം പറയുമല്ലോ. ഇനി 5-മതായി നമ്മൾക്ക് ബീട്രൂട്ട് റൈസും കോവയ്ക്ക റോസ്റ്റും തയ്യാറാക്കാം. ഈ ഓർഡറിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് സൈഡ് ഡിഷിൽ മാറ്റം വരുത്തുക. പച്ചക്കറികൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. മിക്ക അമ്മമാരുടെയും പരാതിയാണ് കുട്ടികൾക്ക് പച്ചക്കറികൾ കഴിക്കാൻ ഇഷ്ടമല്ലെന്ന്. ഏത് ആഹാരവും എത്ര സ്വാദുള്ളതാണെങ്കിലും കാഴ്ചയ്ക്ക് മനോഹരമാണെങ്കിൽ കഴിക്കാൻ തോന്നും. നയന മനോഹരവും അതിനോടൊപ്പം സ്വാദും കൂടി ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യം തന്നെയില്ല, അവർ കഴിച്ചുകൊള്ളും. ആദ്യം നമ്മൾക്ക് കോവയ്ക്ക റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനെ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 4 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. 2 സ്പൂൺ എണ്ണ ചേർത്താലും മതി. എണ്ണ ചൂടായി വരുമ്പോൾ
ചെറുതായി അരിഞ്ഞ കോവയ്ക്ക 1 കപ്പ് ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർക്കുക. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. ഇനി മൂടി വെച്ച് സിമ്മിൽ വേവിക്കുക. വെള്ളം ഒട്ടും തന്നെ ഒഴിക്കേണ്ട. കോവയ്ക്കയിൽ നിന്നും വെള്ളമിറങ്ങി അതിൽ തന്നെ കോവയ്ക്ക വെന്ത് കിട്ടും. മൂടി തുറന്ന് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക. ഗ്യാസ് സിമ്മിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് അടിപിടിക്കും. ഏകദേശം ഫ്രൈ ആവുമ്പോൾ സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. ഇനി മൂടി വയ്ക്കാതെ തുറന്ന് ഇളക്കി ഒന്നുകൂടി മൊരിയിച്ചെടുക്കുക. മുളക് പൊടിയോ കുരുമുളക് പൊടിയോ വേണമെന്നുള്ളവർക്ക് അതുകൂടി ചേർത്ത് റോസ്റ്റ് ചെയ്യാം. നമ്മുടെ ഈ സ്വാദിഷ്ടമായ സിമ്പിൾ കോവയ്ക്ക റോസ്റ്റ് തയ്യാറായി. ഇനി നമ്മൾക്ക് ബീട്രൂട്ട് റൈസ് തയ്യാറാക്കാം. ഒരു ബീട്രൂട്ട് തോൽ കളഞ്ഞ് ഗ്രേറ്ററിൽ ചീകി എടുത്തു വയ്ക്കുക. ഗ്യാസ് കത്തിച്ച് പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചൂടായാൽ 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായാൽ 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ കടലപ്പരിപ്പ്, 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പ് എന്നിവ ചേർക്കുക. കൂടെ 2 പച്ചമുളക് 2ആയി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചുവന്നു വന്നാൽ ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ചേർക്കുക. വെള്ളം ഒന്നും ചേർക്കേണ്ട. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഫ്രഷ് ബീട്രൂട്ട് ആയതുകൊണ്ടാണ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ വെള്ളം വരുന്നത്. ഉണങ്ങിയ ബീട്രൂട്ട് ആണെങ്കിൽ അത്ര സ്വാദും ഉണ്ടാവില്ല. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. മൂടി വെച്ച് സിമ്മിൽ വേവിക്കുക. മൂടി തുറന്ന് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ബീട്രൂട്ട് വെന്ത് എണ്ണ തെളിഞ്ഞു വരും. ഈ സമയം നമ്മൾക്ക് വേവിച്ച ചോറ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ചോറും ബീട്രൂട്ടും കൂടി ചേർന്ന് ഒരു ഡാർക്ക് പിങ്ക് കളർ ആവുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കൂ. അവസാനം കുറച്ച് ഫ്രഷ് മല്ലിയില കൂടി ചേർക്കുമ്പോൾ ഒന്നുകൂടി മനോഹരമായി. ഇനി ഇത് കുട്ടികൾക്കോ വലിയവർക്കോ ലഞ്ച് ബോക്സിലേക്ക് വിളമ്പാം. സൈഡ് ഡിഷ് ഒന്നും തന്നെ ആവശ്യമില്ല. കുറച്ച് അച്ചാറും പപ്പടവും മാത്രം മതി. അല്ലെങ്കിൽ തൈര് ചേർത്ത സാലഡ് ആണെങ്കിലും സൂപ്പറായിരിക്കും. നമ്മൾക്ക് റോസ്റ്റ് ചെയ്ത കോവയ്ക്ക കൂടി വെച്ചു കൊടുക്കാം. കുറച്ച് സാലഡ് വെള്ളരിയും ക്യാരറ്റും കൂടി ലഞ്ച് ബോക്സിൽ ഉൾപ്പെടുത്താം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ 5 ലഞ്ച് ബോക്സ് റെസിപ്പിക്കും സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വളരെ സ്വാദാണ്. സമയക്കുറവുള്ളവർക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈസ് മാത്രം ഉണ്ടാക്കി ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാം. ബാച്ചിലേഴ്സിന് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് നമ്മൾ ഇന്നുണ്ടാക്കിയ 5 വിഭവങ്ങളും. ഹോട്ടലിൽ നിന്നും ഓർഡർ ചെയ്ത് വരുന്ന സമയം കൊണ്ട് പെട്ടെന്ന് നമ്മൾക്ക് നല്ല ഹെൽത്തി ടേസ്റ്റി ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീനച്ചാറോ വെളുത്തുള്ളി, നാരങ്ങ, മാങ്ങ തുടങ്ങിയ ഏതെങ്കിലും അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ലഞ്ച് ബോക്സ് കുശാലായി. പൈസയും ലാഭം, ആരോഗ്യവും മെച്ചം. ഇനിയും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസ് നമ്മുടെ ഈ ചാനലിൽ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. 30 ദിവസവും വിവിധ തരത്തിലുള്ള ഇത്തരം റെസിപ്പികൾ ലഞ്ച് ബോക്സിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആവർത്തന വിരസത ഒഴിവാക്കാം. കുട്ടികൾ ആകാംക്ഷയോടെ ആയിരിക്കും ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സ് തുറക്കുന്നത്. അമ്മമാർക്കും സന്തോഷം, കുട്ടികളും ഹാപ്പി. പാചകകലയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഓരോ റെസിപ്പിയും. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു കിടിലൻ വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.